അജന്ത മെൻഡിസ് മുതൽ വരുൺ ചക്രവർത്തി വരെ അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് മിസ്റ്ററി സ്പിന്നർമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആർക്കും പിടികൊടുക്കാതെ തുടങ്ങിയവർ വളരെ പെട്ടെന്ന് തന്നെ എക്സ്പോസ്ഡ് ആവും. ഒരു സൈഡിൽ നിന്ന് അടികിട്ടി തുടങ്ങിയാൽ പിന്നെ അവരുടെ നിഗൂഢതയെല്ലാം പരസ്യമാകും. പിന്നെ വിസ്മൃതിയിലേക്ക് പോകും. ഇന്ത്യക്കാരെ ആകെ ഞെട്ടിച്ചാണ് അജന്ത മെൻഡിസ് വന്നത്. ഒരിക്കൽ വീരേന്ദർ സെവാഗ് വന്ന് മെൻഡിസിൻ്റെ ബലഹീനതയെല്ലാം തുറന്നു കാട്ടി. അതിൽ പിന്നെ അയാൾക്ക് ശാപമോക്ഷം കിട്ടിയിട്ടില്ല. ഇക്കഴിഞ്ഞ ഇന്ത്യ ചാമ്പ്യന്മാരായ 2020 ലോകകപ്പിന് തൊട്ടു മുമ്പ് വരെ ഇന്ത്യയുടെ പ്രതീക്ഷകളുടെ പങ്കിൽ ഭൂരിഭാഗവും വഹിച്ചിരുന്നത് വരുൺ ചക്രവർത്തിയായിരുന്നു, മിസ്റ്ററി സ്പിന്നർ. എന്നാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ അവർ വരുണിനെ കടന്നാക്രമിക്കാൻ തുടങ്ങി. അതിൽ പിന്നെ ശേഷം വന്ന എതിരാളികളെല്ലാം വരുണിനെ നിലത്ത് നിർത്തിയിട്ടില്ല. വരുൺ വ്യക്തിപരമായി മറക്കാൻ ആഗ്രഹിക്കുന്നതായിരുന്നു ഈ ലോകകപ്പിലെ അദ്ദേഹത്തിൻ്റെ ഇക്കോണമിയെല്ലാം. IPL-ലും തുടക്കത്തിൽ അദ്ദേഹത്തിന് നന്നായി തല്ലുകിട്ടി. മിസ്റ്റർ സ്പിന്നർമാർ അധികം വാഴില്ലെന്ന ധാരണകൾ തിരുത്തിയൊരാൾ ഇപ്പോഴും ക്രിക്കറ്റ് ലോകത്ത് വിരാജിക്കുന്നുണ്ട്. 15 വർഷത്തിനിപ്പുറവും തൻ്റെ നിഗൂഢതകൾ ഒരാൾക്കും പിടികൊടുക്കാതെ സൂക്ഷിക്കുന്ന 37-കാരൻ സുനിൽ ഫിലിപ്പ് നരൈൻ. കരീബിയൻ ദ്വീപായ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ നിന്നാണ് നരൈൻ വരുന്നത്. 2011 ഇന്ത്യക്കെതിരെ വെസ്റ്റ് ഇൻഡീസിനായി അരങ്ങേറ്റം. തൊട്ടടുത്ത വർഷം ടെസ്റ്റിലും 1 വർഷം മാത്രം ടെസ്റ്റും 5 വർഷം മാത്രം ഏകദിനവും കളിച്ചു. 2012 2020 അരങ്ങേറ്റം. 2019 ഇന്ത്യക്കെതിരെ കളിച്ച് അതും നിർത്തി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് 7 വർഷത്തിനിപ്പുറവും ക്രിക്കറ്റിൽ സജീവമാണ് അദ്ദേഹം, അതും മാച്ച് വിന്നറായി തന്നെ. ഈ 37-ാം വയസ്സിലും തിളങ്ങുകയാണ്. രാജ്യത്തിൻ്റെ കുപ്പായം നേരത്തെ അഴിച്ചുവെച്ച് ഫ്രാഞ്ചൈസി ക്രിക്കറ്റിനായി ജീവിതം ഒഴിഞ്ഞുവെച്ചു എന്ന് പറയേണ്ടി വരും. 2012 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പം തുടങ്ങിയ IPL ജീവിതം ഇപ്പോഴും തുടരുന്നു. ഇതിനിടയിൽ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ദക്ഷിണാഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും വരെ ലീഗ് ക്രിക്കറ്റ് കളിച്ചു. 21 ടീമുകൾക്കായി അദ്ദേഹം ഫ്രാഞ്ചൈസി ലീഗ് കളിച്ചിട്ടുണ്ട്. 2012 IPL സീസണിന് മുന്നോടിയായുള്ള ലേലത്തിൽ മുംബൈ ഇന്ത്യൻസുമായുള്ള വമ്പൻ ലേലം വിളിക്കൊടുവിൽ 3.4 കോടി കൊടുത്താണ് അക്കാലത്ത് നരൈനെ കൊൽക്കത്ത ടീമിലെടുത്തത്. അരങ്ങേറ്റ സീസണിൽ തന്നെ 24 വിക്കറ്റുകൾ നേടി നരൈൻ ടീമിന് കിരീടം സമ്മാനിച്ചു. 5.47 എന്ന മികച്ച ഇക്കോണമിയിലാണ് അത്രയും വിക്കറ്റുകൾ നരൈൻ അന്ന് വീഴ്ത്തിയത്. പിന്നീട് 2 കിരീടങ്ങൾ കൂടി കൊൽക്കത്തയ്ക്ക് നരൈൻ സമ്മാനിച്ചു. ഇതിൽ 2014 കൊൽക്കത്ത കിരീടം നേടുമ്പോൾ 21 വിക്കറ്റുകളും നരൈൻ്റെ പേരിലുണ്ടായിരുന്നു. ഇക്കാലയളവിൽ സ്പിന്നറിൽ നിന്ന് വെടിക്കെട്ട് ബാറ്റിംഗ് കൂടി ചെയ്യുന്ന ഡേഞ്ചറസ് ഓൾറൗണ്ടറായി നരൈൻ മാറി. ഓപ്പണറായി ഇറങ്ങി പവർ പ്ലേ പരമാവധി മുതലാക്കി നരൈൻ കൊൽക്കത്തയ്ക്ക് മിക്ക മത്സരങ്ങളിലും മികച്ച തുടക്കം നൽകിക്കൊണ്ടിരുന്നു. 1 സെഞ്ചുറിയും 17 അർദ്ധ സെഞ്ചുറിയും നരൈൻ്റെ പേരിലുണ്ട്. 2024 സീസണിന് ശേഷം 12 കോടിക്കാണ് നരൈനെ ടീം നിലനിർത്തിയത്. ആ വർഷമാണ് IPL-ൽ ഒരു സീസണിൽ 500 റൺസും 15 വിക്കറ്റും നേടുന്ന ആദ്യത്തെ താരമെന്ന ഖ്യാതി നരൈൻ സ്വന്തമാക്കുന്നതും. ഇത്തവണ മറ്റൊരു നേട്ടം കൂടി അദ്ദേഹം സ്വന്തമാക്കി. IPL-ൽ ഏറ്റവും കൂടുതൽ മത്സരം കളിക്കുന്ന വിദേശ താരമെന്ന നേട്ടം. മുംബൈ ഇന്ത്യൻസിനെതിരെ ഈ സീസണിൽ ഇറങ്ങിയതോടെ 190 മത്സരങ്ങളാണ് IPL-ൽ നരൈൻ കളിച്ചത്. 189 മത്സരം കളിച്ച കിറോൺ പൊള്ളാർഡിൻ്റെ റെക്കോർഡാണ് മറികടന്നത്. ബൗളിങ്ങിലെ മികവ് 14 വർഷങ്ങൾക്കിപ്പുറവും തുടരുന്ന നരൈൻ ഇപ്പോൾ കഴിഞ്ഞ ലക്നൗ സൂപ്പർ ജയൻസിനെതിരായ സൂപ്പർ ഓവർ മത്സരത്തിലും തൻ്റെ ക്വാളിറ്റി എന്തെന്ന് കാണിച്ചു തന്നു. സൂപ്പർ ഓവറിൽ നിക്കോളാസ് പുരാനും ഏഡൻ മാർക്രവുമാണ് ബാറ്റ് ചെയ്യാനെത്തിയത്. ആദ്യ പന്തിൽ തന്നെ പുരാനെ ക്ലീൻ ബൗൾ ചെയ്ത് നരൈൻ സമ്മർദ്ദം മുഴുവൻ ലക്നൗ ക്യാമ്പിലേക്കാക്കി. തൊട്ടടുത്ത പന്തിൽ സിംഗിൾ എടുത്ത് ഋഷഭ് പന്ത് സ്ട്രൈക്ക് മാർക്രത്തിന് കൈമാറി. നരൈൻ്റെ 3-ാം പന്ത് ഉയർത്തിയടിക്കാനുള്ള ശ്രമത്തിൻ്റെ ബൗണ്ടറി ലൈനിൽ ഓടിയെത്തി റോമാൻ പവൽ പന്ത് പിടികൂടി. 6 ലൈനിൽ തട്ടാതിരിക്കാൻ ഓടിവന്ന റിങ്കു സിംഗിന് അത് കൈമാറി. വിക്കറ്റ്. സൂപ്പർ ഓവറിൽ 2 വിക്കറ്റിന് ലക്നൗ നേടിയത് വെറും 1 റൺസ് മാത്രം. കൊൽക്കത്തയ്ക്ക് ജയിക്കാൻ 2 റൺസ്. ആദ്യ പന്ത് തന്നെ ബൗണ്ടറി അടിച്ച് റിങ്കു സിംഗ് കൊൽക്കത്തയ്ക്ക് അനായാസ ജയം സമ്മാനിച്ചു. ഇതാദ്യമായല്ല നരൈൻ എതിരാളികളെ ഈ വിധം വരിഞ്ഞു മുറുക്കുന്നത്, അവസാനത്തേതുമല്ല. ഇതേ നിക്കോളാസ് പുരാനെതിരെ സൂപ്പർ ഓവർ മെയ്ഡൻ ആക്കിയിട്ടുണ്ട് നരൈൻ. അത് 2014-ലായിരുന്നു. 12 വർഷങ്ങൾക്കിപ്പുറവും എതിരാളികളെ ഒരുപോലെ കുഴപ്പിക്കുകയാണ് നരൈൻ. ഈ IPL-ലേക്ക് നോക്കൂ. കൊൽക്കത്ത രാജസ്ഥാൻ മത്സരം നടക്കുകയാണ്. 2-ാം പന്തിൽ തന്നെ വൈഭവ് സൂര്യവംശി നരൈനെ 6 അടിച്ചു. ബുംറയും ഹേസൽവുഡുമെല്ലാം വാങ്ങി കൂട്ടിയിടത്ത് നരൈനെയും പെടുത്താമെന്ന് കരുതി. എന്നാൽ നരൈൻ അടുത്ത 4 പന്തുകളും ഡോട്ട് ബോളുകളാക്കി. 1 പന്ത് പോലും വൈഭവിന് നേരെ ചൊവ്വെ കണക്ട് ചെയ്യാൻ പോലുമായില്ല. ഡൊണോവൻ ഫെരേരയും 6 അടിച്ച് നരൈനെ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ തുടരെ ഡോട്ടും പിന്നെ വിക്കറ്റും എടുത്താണ് നരൈൻ മറുപടി കൊടുത്തത്. അന്താരാഷ്ട്ര 2020-ൽ 51 മത്സരങ്ങളാണ് നരൈൻ കളിച്ചത്.
6.02 ഇക്കോണമിയിൽ 52 വിക്കറ്റുകൾ നേടി. IPL ഉൾപ്പെടെ ആകെ 2020-ൽ 590 മത്സരങ്ങളിൽ നിന്ന് 620 വിക്കറ്റുകൾ നേടി. ഇക്കോണമി 6.17 മാത്രം. 1.5 പതിറ്റാണ്ടായി ആർക്കും പിടികൂടാൻ കഴിയാത്തൊരു ബോളർ. ഇടയ്ക്ക് ഏതെങ്കിലും മത്സരത്തിൽ ഇക്കോണമി കൂടിയാൽ അതിശക്തമായി അടുത്ത കളിയിൽ തിരിച്ചുവരും. പുതുതായി വരുന്ന മിസ്റ്ററി സ്പിന്നർമാരെല്ലാം 1-2 വർഷം കൊണ്ട് എക്സ്പോസ്ഡ് ആവുന്നിടത്താണ് 10-15 വർഷമായി ഇവിടെ മിസ്റ്ററി സ്പിന്നറായി തന്നെ തുടരുന്നത്. സല്യൂട്ട് സുനിൽ ഫിലിപ്പ് നരൈൻ.